പന്നിരോമങ്ങളെ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മേലൊരച്ച് ചളി കളയുന്നത്. എണ്ണ ആടിയതിനു ശേഷമാണ് ഈ വാകച്ചാർത്ത്. എണ്ണ എന്ന് പറഞ്ഞാൽ അത് നല്ല ശുദ്ധമായ എള്ളിന്റെ എണ്ണയാണ്. ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ശുദ്ധമായിട്ടുള്ള ആ എണ്ണ അത് ആടിക്കഴിഞ്ഞാൽ അതിന്റെ മെഴുക്കിളക്കാനായിട്ടാണ് ഈ വാക, നെന്മേനി വാക. വാകപ്പൊടി എന്ന് പറഞ്ഞാൽ വളരെ നൈസായിരിക്കും. അതിങ്ങനെ ഇങ്ങനെ ഭഗവാനെ ചാർത്ത, അതാണ് വാകച്ചാർത്ത്. വാകച്ചാർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മെഴുക്ക് ഇളക്കി കളയാൻ സാധാരണ നിലയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും മെഴുക്കിളക്കുന്നത് ഇഞ്ച കൊണ്ടാണ്. പക്ഷെ ഗുരുവായൂർ ഇഞ്ചയുടെ വേദന പോലും സഹിക്കാൻ പറ്റും. അത്ര മൃദുലമാണ് ഭഗവാൻ, മൃദുലാണ്. അപ്പൊ അതുകൊണ്ട് പന്നിരോമങ്ങളെ കൊണ്ടാണ് ഇത് ചെയ്യണത്. അത് ഒരു ബ്രഷ് പോലെ എണ്ണ ഇളക്കി കളയും. അതാണ് അദ്ദേഹത്തിന്റെ മേലൊരച്ച് ചളി കളയുന്നത് എന്നർത്ഥം. നമ്മുടെ സോപ്പിന് പന്നിയുടെ പ്യുവർ പന്നിയുടെ രോമം എടുക്കും. അതൊരു സ്ക്രബ് പോലെ ആക്കിയിട്ട്, അതുകൊണ്ടാണ് അതൊരു ബ്രഷ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് ബ്രഷ് പോലെ ആക്കിയിട്ട് അതുകൊണ്ടാണ് മെഴുക്കിളക്കികള്. അത് സാധാരണ പന്നിരോമത്തിന്റെ അത് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ വളരെ വളരെ സോഫ്റ്റാണ്. അപ്പൊ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ അവിടെ ഉപയോഗിക്കുള്ളൂ. അതിനുശേഷം പിന്നെ അഭിഷേകാദികളാണ്. അതിലേറ്റവും വളരെ പ്രാധാന്യമായിട്ടൊരു മന്ത്രമാണ് സപ്തശുദ്ധി മന്ത്രം. നാഡികളും ശുദ്ധി വരും. അതാണ് ആ മന്ത്രത്തിന്റെ പ്രധാന നിവേദ്യം. എന്തൊക്കെയാണ്? മലർ നിവേദ്യമാണ് ഈ രാവിലത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ ഉഷപ്പായസം, ഉഷപൂജയ്ക്ക് ഉഷപ്പായസം. ഉച്ചപൂജയ്ക്ക് പിന്നെ ഒരു പ്രത്യേക നിവേദ്യമുണ്ട് അവിടെ. ഉച്ചപൂജയുടെ നിവേദ്യം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ ഉരുളിയില്, സ്വർണ്ണ പാത്രങ്ങളിൽ, സ്വർണ്ണ കുടത്തിൽ, അങ്ങനെയൊക്കെയാണ് നിവേദ്യം. സ്വർണത്തിന്റെ ഉരുളിയില്, വലിയ ഉരുളിയിൽ നിറച്ച് നിവേദ്യം, വെള്ള നിവേദ്യം, വെള്ളച്ചോറ്, ഉണക്കലരി കൊണ്ടുള്ള വെള്ള നിവേദ്യം. അതില് സ്വർണ്ണ പാത്രങ്ങൾ വെച്ചാൽ അതിൽ 4 കറികൾ: എരിശ്ശേരി, പുളിശ്ശേരി, ഓലൻ, തൈര്, നെയ്യിൽ വറുത്ത ഉപ്പേരി, കായുപ്പേരി, അങ്ങനെ വറുത്ത ഉപ്പേരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധം. പിന്നെ ഒരു സ്വർണ്ണക്കുടത്തിൽ നിറച്ച് പാൽപ്പായസം. അങ്ങനെ ഇത് ഒരു പ്രത്യേക നിവേദ്യം. ഇത് ഉച്ചപൂജ. അതാണ് മേശാന്തിയുടെ ഭക്ഷണം. മേശാന്തി അതേ കഴിക്കാൻ പാടുള്ളൂ. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റാൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഒരു തുള്ളി വെള്ളം പോലും മേശാന്തി കുടിക്കാൻ പാടില്ല. തപസ്സാണ്. വല്ലാണ്ട് ദാഹം വന്ന് കുറച്ച് വെള്ളം കുടിക്കണം. കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി കുടിച്ചാൽ ഉടനെ അന്ന് ലീവ് എടുത്ത് ഇരിക്കാം. അന്ന് പൂജ കഴിക്കാൻ പറ്റില്ല. അത്ര സ്ട്രിക്റ്റ് ആണ്. ആദ്യത്തെ ഒരു 1, 2 അല്ലെങ്കിൽ 4 ദിവസമൊക്കെ തോന്നിയേക്കാം. ഒരാഴ്ച എന്ന് വിചാരിച്ചോളൂ. പിന്നെ അങ്ങനെ ഒന്നും തോന്നി